ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാനസയുടെ കഴുത്തിൽ മാലയിട്ട് കൊടുക്കാൻ സൂര്യയോട് പറയുകയാണ് പൂജാരി. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ സൂര്യ അക്കാര്യവും ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ മാലയിട്ട് കൊടുക്കുന്നത് ഇടത്തെ കൈ മാത്രം ഉപയോഗിച്ചാണ്. ഈ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഭാവനയുടെ വീട്ടിലുള്ളവർക്കൊക്കെ ദേഷ്യം വരികയാണ്. നിർമ്മലയാണെങ്കിലോ സന്തോഷിച്ച് നിൽക്കുകയാണ്. മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഞാൻ സൂര്യയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ, അതും ഭാവനയെ മുൻനിർത്തിയിട്ടാണല്ലോ ചെയ്യുന്നത് എന്നുള്ള സന്തോഷം വരികയാണ്. പിന്നീട് പൂജാരി മാനസയെ എടുക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ സൂര്യ. എന്നിട്ട് ഇതിന് ചുറ്റും പ്രദക്ഷിണം വെക്കണം എന്ന് പറയണം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ സൂര്യക്ക് അതും ചെയ്യേണ്ടി വരികയാണ് കേട്ടോ. അങ്ങനെ മാനസയെ എടുത്തുകൊണ്ട് തന്നെ സൂര്യ പ്രദക്ഷിണം വെക്കുകയാണ്. അപ്പോൾ അത് കണ്ടു നിൽക്കുന്ന സങ്കടം സഹിക്കാൻ വയ്യാതെ കൈകൂപ്പി കണ്ണടച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. സൂര്യ ഭാവനയെ തന്നെ എടുത്തോണ്ടാണ് വെക്കുന്നത് എന്ന് ഗായത്രി മനസ്സിലിങ്ങനെ സങ്കല്പിക്കുകയാണ്. എന്നിട്ട് സന്തോഷത്തോടു കൂടി കണ്ണടച്ച് മനസ്സിലിങ്ങനെ കണ്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭാനു പെട്ടെന്ന് അങ്ങ് വിളിക്കുകയാണ്, അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ. അങ്ങനെ പെണ്ണ് ഗായത്രി കണ്ണ് തുറക്കുകയാണ്. അപ്പോഴാണ് സൂര്യയെ എടുത്തുകൊണ്ട് പ്രദക്ഷിണം വെക്കുന്നത് കാണുന്നത്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഗായത്രി ഒക്കെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നീട് മാനസയുടെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ ശേഷം പൂജാരി ഭാവനയോട് പറയുകയാണ്, ഈ കളത്തിലിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഭാവനയ്ക്ക് ഒരു പാവ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഭാവനയുടെ തലയും വയറും ഒക്കെ പാവയെ കൊണ്ട് ചുറ്റിയ ശേഷം ഈ തീക്കുണ്ടത്തിലേക്ക് ഇടണമെന്ന് പറയണം. അപ്പോൾ ഗായത്രിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ്, ഇത് എന്തിനാണാവോ എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ ഭാവന ചോദിക്കുകയാണ്, അല്ല പൂജാരി ഇത് എന്തിനുള്ള കാര്യമാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന് ചോദിക്കാം. പൂജാരി പറയാണ്, ഒരിക്കലും അമ്മയാവാൻ കഴിയാത്ത നിങ്ങളുടെ ദൃഷ്ടിദോഷം കുഞ്ഞിന് വരരുത് എന്ന് കരുതിയിട്ടാണ് എന്ന് പറഞ്ഞതോടുകൂടി ഭാവന അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ കേട്ടുകൊണ്ട് നിൽക്കുന്നവരെല്ലാവരും അങ്ങ് ഷോക്കായി പോവുകയാണ്. അപ്പോൾ ഗായത്രി അങ്ങ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ്, മോളെ നീ അവിടുന്ന് എണീക്ക്, ഇതൊരിക്കലും നീ ചെയ്യരുത്, എവിടെയും കേൾവി പോലും ഇല്ലാത്ത പൂജകളാണല്ലോ, മോൾ അവിടുന്ന് എണീക്ക്, ഇതിന് ഒരിക്കലും നീ കൂട്ടു നിൽക്കരുത് എന്ന് പറഞ്ഞ് ഗായത്രി പൊട്ടിത്തെറിച്ചുകൊണ്ട് അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ ഭാവനയും പറയുകയാണ്, നിങ്ങളോട് ആര് പറഞ്ഞു ഞാൻ ഒരിക്കലും ഒരു അമ്മയാവില്ല എന്നുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പൂജാരി പെട്ടെന്ന് അങ്ങ് പതറിപ്പോവുകയാണ്. അങ്ങനെ ഭാവന വീണ്ടും പറയുകയാണ്, നിങ്ങളോടല്ലേ ചോദിച്ചത്, ഞാൻ ഒരിക്കലും ഒരു അമ്മയാവില്ല എന്നുള്ളത് നിങ്ങളോട് ആര് പറഞ്ഞു എന്ന് പറയട്ടോ. അങ്ങനെ പൂജാരി ജയനിർമ്മലയുടെ പേര് പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും ജയനിർമ്മല പറയുകയാണ്, അല്ല ഭാവന, നീ ഒരിക്കലും ഒരു അമ്മയാവില്ല എന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞതല്ലേ, എന്തിന് സൂര്യപ്രഭയിലെ സ്വാമിജി പോലും പറഞ്ഞതല്ലേ, പിന്നെ എന്താ അത് ശരി തന്നെയല്ലേ എന്ന് പറയട്ടോ. അപ്പോൾ ഭാവന പറയണ, ഒരിക്കലും ഞാൻ ഒരു അമ്മയാവില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല, എൻ്റെ സ്ത്രീത്വം എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഒരു അമ്മയാവും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ ഈ ആത്മവിശ്വാസം ഒരു അമ്മയാവാൻ കഴിയുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് ഒരിക്കലും ഇത് ചെയ്യില്ല, പൂജാരി എന്നോട് ക്ഷമിച്ചേക്ക് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഭാവന അങ്ങ് തീർത്തു പറയുന്ന സമയത്ത് ജയനിർമ്മല അങ്ങ് ഷോക്കായി പോവുകയാണ്. അങ്ങനെ ജയനിർമ്മല ചോദിക്കുകയാണ്, അല്ല പൂജാരി, ഇനിയിപ്പോൾ ഈ ചടങ്ങ് മുടങ്ങിയത് കൊണ്ട് നമ്മൾ മറ്റു ചില കാര്യങ്ങൾ ചെയ്തതിനൊന്നും ഫലം കാണില്ലേ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല എന്ന് പറയണേ. അങ്ങനെ സേതു അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. ഇത് കാണുന്ന സമയത്ത് സേതു പറയുന്നുണ്ട്, ഇതൊക്കെ ഈ നിൽക്കുന്ന സ്ത്രീയുടെ അടവാണ്, ഈ നിൽക്കുന്ന ജയനിർമ്മല മനസ്സിൽ എന്തൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്, ഇത് എവിടെയും ഇല്ലാത്ത ഓരോ പൂജകളാണല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോഴത്തേക്കും സേതുവിനെ തടഞ്ഞു നിർത്തുകയാണ് മായയും ഗായത്രിയും കൂടിയിട്ട്. അങ്ങനെ സേതു പൊട്ടിത്തെറിക്കുന്നത് കാണുന്ന സമയത്ത് ജയനിർമ്മലയ്ക്ക് ഒന്ന് ചെറുതായിട്ട് പേടിയാവുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ജാനകി പറയുകയാണ്, ജയ ഇത് കുറച്ച് കൂടിപ്പോയി, ഒരിക്കലും ഭാവന അമ്മയാവില്ല എന്നുള്ളത് നീ തീരുമാനിച്ചാൽ മതിയോ, അതെല്ലാം ദൈവത്തിൻ്റെ അടുത്ത് കിടക്കുന്ന കാര്യങ്ങളാണ്, ദൈവം ഭാവനയ്ക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് ജാനകി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ പൂജയുടെ ഭാഗമാണ് എന്ന് ജയനിർമ്മല പറയുമ്പോൾ, എങ്കിൽ ഒരു കാര്യം ചെയ്യും, നിന്റെ ഈ പൂജ മുടങ്ങാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആ കളത്തിൽ നീ പോയി അവയെടുത്ത് നിന്നെ മൊത്തത്തിൽ അങ്ങ് ഒഴിഞ്ഞ ശേഷം ആ ഹോമകുണ്ടത്തിലേക്ക് അങ്ങ് എറിഞ്ഞേക്ക്, നീ ഒരിക്കലും ഇനിയൊരു അമ്മയാവില്ലല്ലോ, അപ്പോൾ നിന്റെ ദൃഷ്ടിദോഷം കുഞ്ഞിനെ തട്ടാതിരിക്കാൻ അതാണ് ഏറ്റവും നല്ലത്, അല്ലാതെ ഭാവനയുടെ കുഞ്ഞിന് ഒരിക്കലും ഒരു ദൃഷ്ടിദോഷവും സംഭവിക്കില്ല എന്ന് ജാനകി ദേഷ്യപ്പെട്ട് പറയുകയാണ്. അപ്പോഴൊക്കെ ജയനിർമ്മലയുടെ മനസ്സിൽ ഇങ്ങനെ പെടപ്പ് വരികയാണ്, ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കില്ലല്ലോ എന്നുള്ള ആ ഒരു സങ്കടം വരികയാണ് കേട്ടോ. അങ്ങനെ ഗായത്രി പറയുകയാണ്, ഭാവനയുടെയും സൂര്യയുടെയും കുഞ്ഞിന് സ്വന്തം അമ്മയുടെ ദൃഷ്ടിദോഷം എങ്ങനെ സംഭവിക്കുമെന്നാണ് ജയനിർമ്മല നീ പറയുന്നത്, ഇതിനൊന്നും ഞങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ കഴിയില്ല, ഇതിനൊക്കെ ആണെങ്കിൽ നീ ഞങ്ങളെ എന്തിനാണ് ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്, ഞങ്ങൾക്ക് ഇതൊന്നും കണ്ടു നിൽക്കില്ല, മക്കളെ നിങ്ങൾ എല്ലാവരും ഇറങ്ങാൻ നോക്ക്, നമുക്കിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട എന്ന് പറയണം. അങ്ങനെ ജാനകി പറയുന്നുണ്ട്, ഭാവനെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിനക്ക് ഇനിയിപ്പോൾ ഇവിടെ എന്ത് റോളാണ് ഉള്ളത്, ഇങ്ങനെ നാണം കെട്ടി ഇവിടെ നിൽക്കുന്നതിലും ഭേദം നീ വീട്ടിലേക്ക് വരാൻ വേണ്ടി നോക്ക് എന്ന് ജാനകി പറയുകയാണ്. അങ്ങനെ ഭാവനയ്ക്കൊക്കെ അവരിറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം വരികയാണ്. അങ്ങനെ ഗായത്രി ഭാവനയോട് സൂര്യയോടും ഒന്നും മിണ്ട
അറിഞ്ഞുകൊണ്ട് നോക്കിയ ശേഷമാണ് പോകുന്നത്. അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷം മാനസിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നുകയാണ് കേട്ടോ. അങ്ങനെ കഴുത്തിലുള്ള മാല എടുത്ത് നിലത്തേക്കിട്ട ശേഷം തല ചുറ്റുന്നത് പോലെ മാനസിക്ക് തോന്നുകയാണ്. ആൻറ്റി എന്നങ്ങ് പറഞ്ഞു വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ജയനിർമ്മല മാനസയെ വന്ന് പിടിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇത് കണ്ടപ്പോൾ ഭാവനയും മാനസയെ പിടിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ജയനിർമ്മല പറയണേ, നീ അവളെ തൊട്ടു പോവണ്ട, എനിക്കറിയാം മാനസയെ അകത്തേക്ക് കൊണ്ടുപോവാനേ എന്ന് പറഞ്ഞ് മാനസയെയും കൂട്ടി ജയനിർമ്മല അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഭാവനയും പുറകെ പോവുകയാണ് കേട്ടോ. എന്നിട്ട് ദേഷ്യത്തോടു കൂടി ആ ഹോമകുണ്ടമൊക്കെ നോക്കിയ ശേഷം അവിടെ നിന്നും സൂര്യയും പോവുകയാണ്. അങ്ങനെ ദേവൻ പൂജാരിയോട് പറയുകയാണ്, മതി പൂജാരി ഇവിടെ നിന്ന് സമയം കളഞ്ഞത്, ഇനിയിപ്പോൾ പൂജയും മന്ത്രവാദവും ഒന്നും തന്നെ ഇല്ല, മര്യാദയ്ക്ക് ഇറങ്ങി പോവാൻ നോക്ക്, എവിടെയും കേൾക്കാത്ത ഒരു പൂജയുമായി വന്നിരിക്കുന്നു എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ദേവനും അകത്തേക്ക് കയറിപ്പോയ ശേഷം പൂജാരി തലയ്ക്ക് കൈയും കൊടുത്ത് ഇരിക്കുകയാണ്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഒരു കാര്യവും ഉണ്ടായില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി പൂജാരി തലയ്ക്കും കൈ കൊടുത്ത് ഇരിക്കുകയാണ്. പിന്നീട് റൂമിലെത്തിയ ശേഷം ഭാവന പൊട്ടിത്തെറിച്ചുകൊണ്ട് സൂര്യയോട് പറയുകയാണ്, ഇതെല്ലാം ജയനിർമ്മല ആൻറ്റിയുടെ കുരുട്ടു ബുദ്ധിയാണ്, ഇതൊക്കെ മനസ്സിൽ ആദ്യം മുൻകൂട്ടി പ്ലാൻ തയ്യാറാക്കിയ ശേഷമാണ് ഇങ്ങനെ ഒരു പൂജ ഇവിടെ നടത്തിയിട്ടുള്ളത് തന്നെ. അന്ന് ഇതേപോലെ ഒരു പൂജാരിയെ കൊണ്ടുവന്നിട്ടാണ് ദോഷമാണെന്നൊക്കെ വരുത്തി തീർത്തി സൂര്യയുടെ ജീവിതത്തിൽ നിന്നും എന്നെ പടിയിറക്കി വിടാൻ നോക്കിയത്. ആ സമയത്ത് ആ പൂജാരി തന്നെ അങ്ങനെ ഒരു അപകടം പറ്റിയ ശേഷം എന്നോട് സത്യങ്ങളൊക്കെ വിളിച്ചു പറയുകയാണ് ചെയ്തത്. അതുപോലെ ഈ പൂജാരിയെ കൊണ്ടും ആൻറ്റി ഓരോന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് തന്നെയാണ്, എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയാം. സൂര്യ പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെ വല്ല സംശയം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്നോട് പറയാമായിരുന്നില്ല, അമ്മ ഇങ്ങനെയൊക്കെ ഓരോന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെ ഭാവന പറയണ, എനിക്കതിന് ആദ്യമൊന്നും അങ്ങനെ ഒരു സംശയം തോന്നിയില്ല, പിന്നീടാണ് എനിക്ക് പൂജാരി ഓരോന്നും പതർച്ചയോടുകൂടി ചെയ്യുന്നതൊക്കെ എനിക്ക് എൻ്റെ ദൃഷ്ടിയിൽ പെട്ടത് തന്നെ. അങ്ങനെയാണ് ഞാൻ ആൻറ്റിയെ നോക്കുന്നതും അപ്പോൾ ആൻറ്റിയും മനസ്സിൽ എന്തോ കണക്കൂട്ടി ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. സമയത്ത് അങ്ങനെ നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് പറയാമായിരുന്നില്ലേ എന്ന് സൂര്യ പറയണ. ഞാനായിട്ട് ഇനി ആ ഒരു പൂജ മുടക്കി എന്ന് പറഞ്ഞ് ആൻറ്റി ഇവിടെ ഭൂകമ്പം ഉണ്ടാക്കും, അത് വേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ മിണ്ടാതെ ഇരുന്നത്, ഇത് ഏതുവരെ പോകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആൻറ്റി ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സൂര്യ എന്ന് പറയണേ. അങ്ങനെ സൂര്യ ചോദിക്കുകയാണ്, അല്ല ഞാൻ മാനസയുടെ നെറ്റിയിൽ സിന്ദൂരം തൊട്ടുകൊടുത്തത് നിനക്ക് ദേഷ്യമുണ്ടോ എന്നോട് എന്ന് ചോദിക്കട്ടെ. അതിന് സൂര്യയോട് ഞാൻ പറഞ്ഞിട്ടല്ലേ സൂര്യ അങ്ങനെയൊക്കെ ചെയ്തത്, എനിക്കൊരു ദേഷ്യവുമില്ല, ഇതെല്ലാം ആൻറ്റിയുടെ കുരുട്ടു ബുദ്ധിയാണ്, ഞാൻ സൂര്യയുടെ ജീവിതത്തിൽ നിന്നും പോവാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് ഈ കളിക്കുന്നതൊക്കെ. മാനസയെ സൂര്യയെ കൊണ്ട് താലി കെട്ടിപ്പിക്കാനും മാനസയെ സൂര്യയുടെ ജീവിതത്തിലേക്ക് ആക്കാനുമുള്ള പുറപ്പാടാണ് ആൻറ്റി ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്, എനിക്കത് മനസ്സിലായി. എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്നും പോയാലോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, രണ്ടുപേരും ഞാൻ സൂര്യയെ കൊണ്ട് ഇവിടെ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അടുത്ത പ്രശ്നങ്ങളാണ് ആൻറ്റി ഉണ്ടാക്കുക, അതൊന്നും വേണ്ട. നമ്മൾ ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ ആൻറ്റി എന്താണ് ചെയ്യാൻ പോവുക എന്നുള്ളത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു എന്നാവും ചിന്തിക്കുക, അതുകൊണ്ട് അത് വേണ്ട എന്ന് പറയണം. ഇനി അടുത്തത് എന്താണ് ചെയ്യാൻ പോവുക എന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ കൂടി കഴിയില്ല, അടുത്തത് എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം എന്ന് പറയുമ്പോൾ സൂര്യ പറയണം, ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഒന്നിനും ഞാൻ ഇനി കൂട്ടുനിൽക്കില്ല എന്ന് പറയണം. അതിന് ആൻറ്റി എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനൊക്കെ ആൻറ്റിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്, അത് നമ്മൾ അങ്ങ് അനുസരിക്കുക തന്നെ നിവൃത്തി ഉണ്ടാവുകയുള്ളൂ എന്നും പറഞ്ഞ് ഭാവന സൂര്യയെ ദേഷ്യത്തോടു കൂടി നോക്കിയ ശേഷം അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് ഗായത്രിയും ഭാനുവും സേതുവും മായയും കൂടി അവിടെ നിന്നും വന്ന ശേഷം പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ആൻറ്റിയുടെ മനസ്സിലിരിപ്പ് ഇന്നത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ, ഭാവനയെ ആ വീട്ടിൽ നിന്നും പുറത്താക്കണം, സൂര്യയെ കൊണ്ട് വീണ്ടും മാനസയെ കല്യാണം കഴിപ്പിക്കണം, അതിനുള്ള കളിയാണ് ഇപ്പോൾ ആൻറ്റി ആ നടത്തിയിട്ടുള്ളത്, അല്ലാതെ ഇങ്ങനെ ഒരു പൂജയൊന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല എന്നൊക്കെ. ഭാവനയാണെങ്കിലോ ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതെ നിൽക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ ദേഷ്യം വരുന്നത് എന്ന് സേതു പറയണേ. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, അവൾക്ക് അവിടെ എന്ത് ചെയ്യാനാവും, അവൾ നിസ്സഹായതോടു കൂടി നോക്കി നിൽക്കാനല്ലേ കഴിയുകയുള്ളൂ, എന്തായാലും അവൾ അവിടെ ഒരു അധികപ്പറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ മോള് ഇവിടേക്ക് വരും, വരാതിരിക്കില്ല. നിർമ്മലയുടെ മനസ്സിൽ സൂര്യയെയും ഭാവനയെയും വേർപിരിക്കാനാണ് എങ്കിൽ അത് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഗായത്രി പറയാണ്. പിന്നീട് വിജയപത്മനും ജാനകിയും കൂടി സംസാരിക്കുകയാണ്. ജയനിർമ്മലയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ, മാനസയെ കൊണ്ട് സൂര്യയെ കല്യാണം കഴിപ്പിക്കണം, അതിനു വേണ്ടി കളിക്കുന്ന നാടകമാണ്, എന്നിട്ട് ഭാവന തന്നെ ആ വീട്ടിൽ നിന്നും സ്വയം ഇറങ്ങിപ്പോവണം, അതിനു വേണ്ടിയിട്ടാണ് ഈ കളിക്കുന്നത്. എന്തായാലും പൂജാരിയോട് ഭാവന പറഞ്ഞത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി, പഴയ ഭാവന തിരിച്ചു വന്നതുപോലെ ആയിരുന്നു, എനിക്കത് ഒരുപാട് ഇഷ്ടമായുള്ള ആചാരങ്ങളൊക്കെ പഴയ കാലത്തുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ജയനിർമ്മല പഴയ സ്വഭാവത്തിലൂടെ തന്നെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഇന്നത്തോടു കൂടി മനസ്സിലായി എന്നൊക്കെ ജാനകിയും വിജയപത്മനും കൂടി സംസാരിക്കുകയാണ്. പിന്നീട് ദേവനും സൂര്യയും
അമ്മയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. ഇന്ന് അമ്മ ഈ കാണിച്ചതെല്ലാം വല്ലാതെ കൂടിപ്പോയി എന്ന് പറയുമ്പോൾ ദേവൻ പറയണേ, ഇതൊക്കെ നിന്റെ അമ്മയുടെ ഒരു നാടകം തന്നെയാണ്. നിന്റെ അമ്മ എല്ലാം മനസ്സിൽ കണക്ക് കൂട്ടി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അതിന് വേണ്ടിയിട്ടാണ് ഭാവനയുടെ വീട്ടിലുള്ളവരെയൊക്കെ ഇവിടേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. എന്തായാലും നിന്റെ അമ്മയുടെ ഈ കുരുട്ടു ബുദ്ധിയൊന്നും കണ്ടോണ്ട് നിൽക്കാൻ കഴിയില്ല എന്ന് പറയണം. അപ്പൊ സൂര്യ പറയുന്നുണ്ട്, ഇന്ന് ഇവിടെ ഈ നടന്ന സംഭവത്തിൽ ഭാവനയുടെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ എന്താണ് ഉണ്ടാവുക? ഭാവനയായതുകൊണ്ടാണ് എല്ലാം സഹിച്ചതും ക്ഷമിച്ചതും എന്ന് പറയട്ടോ. മാനസയെ കരുവാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു കളികൾ അമ്മ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, മാനസ ഒരു പാവമാണ്, നിങ്ങൾക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്തതാണ്. പക്ഷെ നിന്റെ അമ്മയുടെ ഈ സ്വഭാവം ആദ്യമേ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും മാനസ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടില്ലായിരുന്നു എന്നൊക്കെ പറയട്ടെ. അപ്പോഴാണ് അവിടേക്ക് ഭാവന വരുന്നത്. അപ്പോൾ ഭാവന പറയണേ, മതി അങ്കിൾ, ഇത് വിട്ടേക്ക് എന്ന് പറയുമ്പോൾ ഇതങ്ങനെ വിടാനൊന്നും കഴിയില്ല, ഇനി മറ്റെന്തെങ്കിലും ആയിട്ടാവും ഇനി ഇറങ്ങാൻ പോകുന്നത് എന്ന് ദേവൻ പറയട്ടെ. ആ സമയത്ത് ഭാവനയും സൂര്യയും പരസ്പരം നോക്കി നിൽക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഭാവനയും സൂര്യയും ദേവനും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സമയത്താണ് മാനസയുടെ കരച്ചിലും ജയനിർമ്മലയുടെ വിളിക്കലും ഒക്കെ കേൾക്കുന്നത് കേട്ടോ. ജയനിർമ്മല സൂര്യ, ദേവേട്ട എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ആ ഒരു സൗണ്ട് കേട്ടിട്ട് സൂര്യയും ഭാവനയും ദേവനും കൂടി ഓടി ചെല്ലുകയാണ്. അപ്പോൾ അവർ റൂമിലെത്തിയ ശേഷം കാണുന്ന കാഴ്ച ജയനിർമ്മലയുടെ മടിയിൽ തല വെച്ച ശേഷം മാനസ കിടന്ന് പെടഞ്ഞുകൊണ്ട് കരയുന്നതാണ് കേട്ടോ. അപ്പോൾ ഭാവന ഓടി ചെല്ലുകയാണ്. എന്താ മാനസ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയാത്ത വയറുവേദന എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ കരയുകയാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് മാനസയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിലെത്തിയ ശേഷം മാനസയുടെ ബോധമൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് ഡോക്ടർ വന്ന് മാനസയെ പരിശോധിക്കുകയാണ്. ഈ സമയത്ത് പുറത്ത് നിന്നുകൊണ്ട് ജയനിർമ്മല സൂര്യയോടും ഭാവനയോടും ദേഷ്യപ്പെടുകയാണ്. മാനസയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം ഭാവനയാണ്. ഭാവന പൂജ നല്ലതുപോലെ നടത്താത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ കേട്ടോ. അപ്പോഴങ്ങ് സൂര്യക്ക് ദേഷ്യം വരികയാണ്. എന്ത് കണ്ടിട്ടാണ് അമ്മ ഭാവനയെ കുറ്റപ്പെടുത്തുന്നത്? ഇതിനൊക്കെ കാരണം അമ്മ തന്നെയാണ്. അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ മാനസയടക്കം ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ ജയനിർമ്മല പറയാണ്, അതേടാ, ഞാൻ കാരണം തന്നെയാണ്, ഞാനായിട്ട് ഉണ്ടാക്കിയ പ്രശ്നം ഞാൻ തന്നെ തീർത്തോളാം എന്ന് പറയണം. അങ്ങനെ അവർ 3 പേരും കൂടി സംസാരിക്കുന്ന ആ സമയത്താണ് അവിടേക്ക് അജയൻ്റെ വരവ്. അജയനെ കണ്ടതോടു കൂടി സൂര്യയുടെ കൈയൊക്കെ തരിക്കുകയാണ് കേട്ടോ. ഇതിനൊക്കെ കാരണക്കാരൻ വൃത്തികെട്ടവനാണ്, എൻ്റെ ഭാവനയ്ക്ക് ഇങ്ങനെയൊരു അവസ്ഥ വരുത്താൻ കാരണം തന്നെയാണ് എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിച്ച് ദേഷ്യത്തോടു കൂടി കൈ തെരിച്ച് അജയനെ നോക്കുകയാണ്. ഇനിയിപ്പോൾ ജയനിർമ്മല അജയനെയും പ്രസീതയും സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകും കേട്ടോ. മാനസയെ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാവും ഇനി അജയനും പ്രസീതയും അവിടേക്ക് വരാൻ പോകുന്നത്. എന്നിട്ട് ഭാവനയെ മാനസികമായി തളർത്തിയ ശേഷം സൂര്യയുടെ ജീവിതത്തിൽ നിന്നും പറഞ്ഞയക്കാനുള്ള അടുത്ത അടവാണ് ഇനി അവരെടുക്കാൻ പോകുന്നത്.